Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർ എ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ജാവയിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ബേസ്ഡ് പ്രോഗ്രാംസിനെ സ്ട്രീം ബേസ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തന്നെ ഫയൽ ഹാൻഡ്ലിംഗ് എന്നുള്ള പേരിലും IO സ്ട്രീമിംഗ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജാണ് java.io എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ IO സ്ട്രീം എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയലുകളിലേക്ക് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ ഫയലിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കീബോർഡിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യാനും കൺസോളിലേക്ക് ഔട്ട്പുട്ടിനെ റൈറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ IO സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സസ് ഫയലിലേക്ക് ഡാറ്റേനെ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല കീബോർഡുമായിട്ടും കൺസോളുമായിട്ടും നമ്മളെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ്സാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് java.lang എന്ന് പറയുന്ന പാക്കേജിലാണ്. system.in.out.err എന്ന് പറയുന്നതെല്ലാം പ്രീ ഡിഫൈൻഡ് വേരിയബിൾസ് ആണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം ക്ലാസ്. system.in എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റനെ റീഡ് ചെയ്യാൻ. അത് ഇൻപുട്ട് സ്ട്രീമിങ്ങിലാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. system.out എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്ട്രീമിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കൺസോളിലേക്ക് ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. system.error എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലുള്ള എന്തെങ്കിലും എക്സെപ്ഷൻസോ എറേഴ്സോ ഉണ്ടെങ്കിൽ അതിനെ കൺസോളിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്ട്രീം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ഡാറ്റ കമ്പോസ്ഡ് ഓഫ് ബൈറ്റ്സ്. നമ്മുടെ ജാവ പ്രോഗ്രാമും ഫയലും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ലോജിക്കൽ കണക്ഷനാണ് സ്ട്രീം എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൈപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇവിടെ സ്ട്രീമിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ജാവ പ്രോഗ്രാമിനെയും ഫയലിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ജാവ സ്ട്രീംസിനെ ബേസിക്കലി 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ബൈനറി സ്ട്രീം ആൻഡ് ക്യാരക്ടർ സ്ട്രീം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡാറ്റ ഫ്ലോയാണ്. അതായത് നമുക്ക് ബൈനറി ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സ്ട്രീംസ് ഉണ്ടാവാം, ക്യാരക്ടർ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സ്ട്രീം ഉണ്ടാവാം. അതായത് ബൈനറി ബൈറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഡാറ്റനെ ഇൻപുട്ട് ചെയ്യേണ്ടതും ഔട്ട്പുട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബൈനറി സ്ട്രീം എന്ന് പറയും. നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഡാറ്റേനെ റീഡ് ചെയ്യേണ്ടതും റൈറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ ക്യാരക്ടർ സ്ട്രീം എന്ന് പറയും. എഗെയിൻ ഈ ബൈനറി സ്ട്രീമും ക്യാരക്ടർ സ്ട്രീമും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ബൈനറി സ്ട്രീമിനെ ഇൻപുട്ട് സ്ട്രീം എന്നും ഔട്ട്പുട്ട് സ്ട്രീം എന്നും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ക്യാരക്ടർ സ്ട്രീമിനെ റീഡർ എന്നും റൈറ്റർ എന്നും എഗെയിൻ ക്ലാസിഫൈ ചെയ്യണം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ഡാറ്റ എങ്ങോട്ടാണ് റീഡ് ചെയ്യാണോ റൈറ്റ് ചെയ്യാണോ എന്നുള്ള ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇത് ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് ഡാറ്റേനെ സോഴ്സിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനിലേക്ക് റൈറ്റ് ചെയ്യുന്ന സമയത്തും ഡാറ്റ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ആ ഡാറ്റയുടെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം അതിൽ ഇൻപുട്ട് സ്ട്രീമും റീഡർ എന്ന് പറയുന്ന 2 ക്ലാസ്സുകളാണ് നമുക്ക് റീഡിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ട് സ്ട്രീമും റൈറ്റർ എന്ന് പറയുന്ന ക്ലാസ്സുമാണ് നമ്മൾ റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇൻപുട്ട് സ്ട്രീമിലാണെങ്കിലും ഔട്ട്പുട്ട് സ്ട്രീമിലാണെങ്കിലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് ആണ് നമ്മൾ റീഡിങ് പർപ്പസിനും റൈറ്റിംഗ് പർപ്പസിനും യൂസ് ചെയ്യുക. അതിൽ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സിൽ വരുന്ന മെത്തേഡ്സ് ആണ് റീഡ്, അവൈലബിൾ, ക്ലോസ് എന്ന് പറയുന്നത്. ഇൻറ്റ് റീഡ് ത്രോസ് IO എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബൈറ്റ് ഓഫ് ഡാറ്റേനെ റീഡ് ചെയ്തെടുക്കാനാണ്. ഇൻറ്റ് അവൈലബിൾ ത്രോസ് IO എക്സെപ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്
നമ്പർ ഓഫ് അവൈലബിൾ ബൈറ്റ്സിനെ റിട്ടേൺ ചെയ്യും. കറണ്ട് ഓപ്പൺഡ് ആയിട്ടുള്ള ഇൻപുട്ട് സ്ട്രീമിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്ട്രീമിൽ യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ് വോയിഡ് റൈറ്റ് ബൈറ്റ് ആൻഡ് വോയിഡ് ഫ്ലഷ്. വോയിഡ് റൈറ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ് ഡാറ്റനെ റൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. വോയിഡ് റൈറ്റ് ബൈറ്റ് എന്ന് പറയുന്നത് അറേ ഓഫ് ബൈറ്റ് ഡാറ്റാസിനെ റൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. വോയിഡ് ഫ്ലഷ് എന്ന് പറയുന്നത് കറണ്ട് സ്ട്രീമിനെ ഫ്ലഷ് ചെയ്ത് കളയാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ക്ലോസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട്, വോയിഡ് ക്ലോസ്. എന്ന് പറഞ്ഞാൽ കറണ്ട് ഔട്ട്പുട്ട് സ്ട്രീമിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ത്രോസ് IO എക്സെപ്ഷൻ. ഓക്കെ, ഇൻ എഫക്റ്റ് നമ്മുടെ എൻ്റയർ IO സ്ട്രീം കൺസെപ്റ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൽ ഒരു സോഴ്സ് ഫയൽ ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷനും ഉണ്ടാവും, അതിനിടയിൽ നമ്മുടെ ജാവ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ജാവ ആപ്ലിക്കേഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ സോഴ്സ് കമ്പോണൻറ്റിൽ നിന്ന് ഡാറ്റസിനെ റീഡ് ചെയ്യും, ഔട്ട്പുട്ട് കമ്പോണൻറ്റിലേക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് പേജസിൽ കണ്ടതുപോലെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഫയൽ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ആവാം, അതും അല്ലെങ്കിൽ സോക്കറ്റ്, നെറ്റ്വർക്ക് സോക്കറ്റ് ആവാം. ഓക്കെ, ഇതൊരു ഇൻപുട്ട് സ്ട്രീമായിട്ട് ജാവ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് റീഡ് ഓപ്പറേഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സസ് ഇൻ ജാവ. ദെൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും സെയിം ആസ് ഒരു ടെക്സ്റ്റ് ഫയൽ ആവാം, കമാൻഡ് പ്രോംപ്റ്റ് ആവാം, നെറ്റ്വർക്ക് സോക്കറ്റ് ആവാം. ഈ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ആ ഡാറ്റാസിനെ റീച്ച് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഔട്ട്പുട്ട് സ്ട്രീം ഇൻ ജാവ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ജാവ ആപ്ലിക്കേഷനിൽ നിന്ന് ആ ഡാറ്റേനെ ഔട്ട്പുട്ട് സ്ട്രീം വഴി, ഇപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് സ്ട്രീമും ഉണ്ട് ഔട്ട്പുട്ട് സ്ട്രീമും ഉണ്ട്, അവിടെ അതിലൂടെ നമ്മുടെ ഡാറ്റാസ് ഫ്ലോ ചെയ്യുകയാണ് ഇൻ ദ ഫോം ഓഫ് ബൈറ്റ്സ്. അപ്പോൾ ആ ഒരു ഡാറ്റ പോകുമ്പോൾ ഈ ഒരു ഏരിയയാണ് ജാവ ആപ്ലിക്കേഷൻ്റെ ഡെസ്റ്റിനേഷൻ്റെ ഇടയ്ക്കുള്ള ഏരിയയാണ് നമ്മുടെ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡാറ്റേനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡിങ് എ ഫയൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സിൽ നിന്ന് ഇൻപുട്ട് സ്ട്രീം വഴി ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സസ് യൂസ് ചെയ്തുകൊണ്ട് ജാവ പ്രോഗ്രാമിലേക്ക് അതിനെ ലോഡ് ചെയ്യും. അതിനെ ഡെസ്റ്റിനേഷൻ ഫയലിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്ത് ഡാറ്റാസിനെ ഫ്ലോ ചെയ്യിപ്പിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. ഇതാണ് IO സ്ട്രീമിംഗ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഇൻ ജാവയിൽ ബേസിക്കലി നടക്കുന്നത്. ജാവ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് IO സ്ട്രീം ക്ലാസ്സസ് യൂസ് ചെയ്തുകൊണ്ട് സോഴ്സ് ഫയലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇൻപുട്ട് സ്ട്രീം. അതുപോലെ ജാവ ആപ്ലിക്കേഷൻ അത് ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് സ്ട്രീമിനെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.